പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ രാഷ്ട്രീയമൊക്കെ വരും. ഞാൻ രാഷ്ട്രീയത്തില് ഇല്ല. ഒന്നാമത് രാഷ്ട്രീയത്തിലില്ല. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ അതെ അപ്പൊ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിലും സമഗ്രമായ അന്വേഷണം വരണം. ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു, പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇത്രയും വലിയൊരു വ്യവസായത്തിൽ നേരത്തെ ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതിയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സഹപ്രവർത്തകർ തന്നെ. പക്ഷെ അതിനെപ്പറ്റിയൊന്നും പിന്നീട് അത് ഹൈലി ടെക്നിക്കൽ കറക്റ്റായി, അതിന് ഹൈലി ടെക്നിക്കലാണ്. അതിന് വ്യക്തമാക്കാൻ ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ കോട്ട് ചെയ്യണം. കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതില് ഒരു എന്താ പറയുക നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവുന്ന രീതിയിൽ പഴുതുകളുള്ള ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ ഒരു ഫാക്ടറിയിൽ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം. ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം, ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തില് ആ ചിത്രത്തില് ഈ കമ്മിറ്റി 3 പേരായിരിക്കും. അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും. അത് വേണോ? ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെന്റേറ്റീവ്, ഫെഫ്കയുടെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിരുന്നാൽ അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇനി അതല്ല, ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല, അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ പൊതുവികാരമെങ്കിൽ അതും പരിഗണിക്കാം. വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് അങ്ങും ആവർത്തിക്കുന്നുണ്ട്, ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട്. ഒരു പരാതി കിട്ടിയിട്ടുള്ളത് പരിശോധിക്കുമെന്ന് പറയും. 5 വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ, അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി WCC എന്ന സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ പരാതികളല്ലേ? ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്തൊക്കെയാണല്ലോ താങ്കൾ? അല്ല, തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ അവർ ഈ പരാതി ഉന്നയിച്ചപ്പോൾ അമ്മയ്ക്ക് മുമ്പിൽ വന്ന പരാതികളല്ലേ? WCC ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. WCC പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല. WCC പരാതി രേഖപ്പെടുത്തിയത് സർക്കാരിനാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനിയും WCCക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല. അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം, എല്ലാവരും അവരുടെ കൂടെയാണ് താങ്കൾ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായി ഈ നടി മെയിൻ സ്ട്രീമിൽ പുറത്താണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ പിന്നെ എങ്ങനെ നീതി കിട്ടണം എന്ന് പറയുന്നത് എത്രമാത്രം ആത്മാർത്ഥത അമ്മയ്ക്കുണ്ട് ഈ വിഷയത്തിൽ? അല്ലെ, മെയിൻ സ്ട്രീമിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാൻ പോവാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ. അപ്പൊ മെയിൻ സ്ട്രീമിന് പുറത്തല്ല, അത് പിൻവലിക്കണം. വളരെ ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നായികയായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ അതില് ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ്. അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് പൊതുവെ അതിനെ ഒരു പൊതുവൽക്കരണം, ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല. എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓണായി അതിലെ സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന് പ്രിലിമിനറി മീറ്റിംഗിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം ഉയർന്നതിന് ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പോകും. അതിനു മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും